നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. 2 മാസത്തിനകം വികസന പദ്ധതികൾ പൂർത്തിയാക്കണം എന്നാണ് മന്ത്രിസഭയിലെ നിർദ്ദേശം. മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റ സാഹചര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാർക്കുള്ള നിർദ്ദേശം, വിവരങ്ങൾ ആർ ശ്രീജിത്ത്. ശ്രീജിത്ത്, ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് ഓരോ വകുപ്പുകളിലും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് നടപ്പിലാക്കി വരികയാണ്. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിൻ്റെ കാര്യത്തിൽ മന്ത്രിമാർ വലിയ ശ്രദ്ധ ചെലുത്തണം എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. 2 മാസത്തിനകം എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാവണം. അക്കാര്യത്തിൽ മന്ത്രിമാർ നേരിട്ട് സ്വന്തം വകുപ്പുകളിലെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കണം. ഇത്തരം പദ്ധതികളുടെ പൂർത്തീകരണം അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള സത്വരമായ ഇടപെടൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് നൽകിയ നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ ജില്ലകളിലെ പൊതുവായ വികസന പരിപാടികളിലും മന്ത്രിമാരുടെ ശ്രദ്ധ വേണം. ഓരോ ജില്ലകളിലും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും മറ്റും പല വികസന പദ്ധതികളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അത്തരം പദ്ധതികളും ഈ 2 മാസത്തിനകം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും എന്ന കണക്കൂട്ടലിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ഒരുപക്ഷേ പെരുമാറ്റച്ചട്ടം നേരത്തെ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കും, LDF-നെ ബുദ്ധിമുട്ടിലാക്കും എന്നൊരു പ്രതീക്ഷ, ഒരു സംശയം കൂടി CPIM മുഖ്യമന്ത്രിയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ഈ തോൽവിയുടെ കാരണങ്ങൾ എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ കാരണങ്ങൾ എന്താണെന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന പിന്നീടാണ് മുന്നണി എന്ന നിലയിൽ ഒരുങ്ങുന്നത്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് CPIM വിലയിരുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ വികസന പദ്ധതികളെ അത് കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് പ്രത്യേകമായ ഒരു കർമ്മ പദ്ധതി കൂടി രൂപീകരിക്കേണ്ടതിലേ ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിലൊക്കെയാണ്, പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ടാകുമല്ലോ. ശ്രീജിത്ത്, റിജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും അത്തരം ഈ രാഷ്ട്രീയമായിട്ടുണ്ടായ തിരിച്ചടിയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളോ ഒന്നും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്ന പതിവില്ല. മറിച്ച് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ്, അതിൻ്റെ തിരുത്തൽ നടപടികളുടെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളായിരിക്കും മന്ത്രിസഭാ യോഗത്തിലേക്ക് ചർച്ചയ്ക്ക് വരിക. മുന്നണിയിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടെ ഫോറങ്ങളിൽ ചർച്ച ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് കാരണം എന്തൊക്കെയാണെന്ന് വിലയിരുത്തിയ ശേഷം മുന്നണി ചർച്ച ചെയ്ത ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് വരിക. ഇന്ന് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, അത് ദേശീയപാത വികസനമാണെങ്കിൽ ദേശീയപാത വികസനം, അല്ലെങ്കിൽ മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട റീച്ചുകളുടെ പൂർത്തീകരണമാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റ് വലിയ പദ്ധതികളാണെങ്കിൽ അതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ, അത് 2 മാസത്തിനകം പൂർത്തിയാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരണം. യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു പ്രവർത്തനത്തിന് മന്ത്രിമാരുടെ നേരിട്ടുള്ള ഇടപെടലും മേൽനോട്ടവും വേണം എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നു, തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കും, തെരഞ്ഞെടുപ്പിന് സജ്ജമായി ഇറങ്ങാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ മന്ത്രിമാർക്ക് ഈ ഘട്ടത്തിൽ നൽകുന്നത്. മറ്റ് തിരുത്തൽ നടപടികളും സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾ എത്തിക്കാനുള്ള നടപടികളുമൊക്കെ പിന്നാലെ വരും. ഇന്നലെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾക്ക് PRD-യുമായി ബന്ധപ്പെട്ടുള്ള എംപാനൽ ഏജൻസികളുടെയും മറ്റും യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് PRD-യിൽ നടന്നിരുന്നു. ആ എംപാനൽ ഏജൻസികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗമാണ്. അപ്പോൾ അത്തരം PR പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമാന്തര നീക്കങ്ങൾ മറ്റൊരു വഴിയിലൂടെ നടക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഉദ്ഘാടനത്തിലേക്ക് എത്തി നിൽക്കുന്ന പദ്ധതികളുണ്ട്. അതേതൊക്കെയാണ് സർക്കാർ പ്രധാനമായും കാണുന്നത്? ദേശീയപാത വികസനം പോലെ ഈ ജനങ്ങളെ ആകർഷിക്കാവുന്ന തരത്തിലുള്ള, ജനങ്ങളിലേക്ക് നേരിട്ടെത്താവുന്ന തരത്തിലുള്ള പദ്ധതികൾ എന്ന നിലയിൽ സർക്കാർ കാണുന്നത് എന്തിനെയൊക്കെയാണ് ശ്രീജിത്ത്? സർക്കാർ ഏറ്റവും പ്രധാന പദ്ധതിയായി കാണുന്നത് റീജിത്ത്, ദേശീയപാത വികസനം പൂർത്തിയാക്കി അത് ഉദ്ഘാടനം ചെയ്യുക എന്നാണ്. 2025 പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടതായിരുന്നു ദേശീയപാത 66-ന്റെ കാസർഗോഡ് മുതൽ ഇവിടെ കാരോട് വരെയുള്ള വികസന പദ്ധതി. അതിൽ ഒരു സ്ട്രെച്ച് മാത്രമേ കാര്യമായിട്ട് പൂർത്തിയായിട്ടുള്ളൂ, കാസർഗോഡ് ഉള്ള മേഖലകളിലൊക്കെ. എന്നാൽ മുഴുവൻ പാതയും പൂർത്തിയായി സുഗമമായ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാവുന്ന അവസ്ഥയില്ല. അതിനിടയിലാണ് മലപ്പുറത്ത് കൂരിയാടും കൊല്ലത്ത് കൊട്ടിയത്തുമൊക്കെ തന്നെ പാത തകർന്നു വീഴുകയും മറ്റും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായത്. അരൂരിൽ ഗഡർ തകർന്നു വീണ് വഴിയെ പോയ വാഹനത്തിലെ ഡ്രൈവർ മരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ഈ ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിൽ പൂർത്തീകരണം എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ സർക്കാരിന് സംശയമുണ്ട്. എങ്കിലും സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത് ദേശീയപാത വികസനമായിരിക്കും. ഇതോടൊപ്പം തന്നെ മലയോര ഹൈവേയുടെ പൂർത്തീകരണം, മറ്റ് പ്രധാനപ്പെട്ട പദ്ധതികൾ ഇപ്പോൾ നടന്നു വരുന്ന ഓരോ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടും കിഫ്ബി നടത്തുന്ന പദ്ധതികളുമൊക്കെ തന്നെയുണ്ട്. ആ പദ്ധതികളുടെയൊക്കെ പൂർത്തീകരണവും അതിൻ്റെ ഒരു ഉദ്ഘാടന മാമാങ്കം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്താനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതിനുവേണ്ടിയാണ് മന്ത്രിമാർക്ക് ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.
ശ്രീത്ത്, മറ്റൊന്ന് ഈ വികസന പദ്ധതികൾക്കൊപ്പം തന്നെ ക്ഷേമ പദ്ധതികളായിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസാന നിമിഷം ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനമുണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് വേണ്ട രീതിയിൽ ഗുണം ചെയ്തില്ല എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ ശ്രീത്ത്. റീജിത്തെ, ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് സർക്കാരിൻ്റെയും LDFിൻ്റെയും ഒക്കെ തീരുമാനം. ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഗുണം ചെയ്തു, അത് പൂർണ്ണമായും തിരിച്ചടിയായി എന്നൊന്നും കരുതുന്നില്ല. കാരണം ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്തതും അത് വർദ്ധിപ്പിച്ചതുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ, വോട്ടേഴ്സിനിടയിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരമൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ തിരിച്ചടി ഇതിലും രൂക്ഷമായിരിക്കുമെന്ന് പാർട്ടി നേതൃത്വങ്ങളൊക്കെ തന്നെ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികൾ തുടരും. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നേരത്തെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ഇനി വരാൻ പോകുന്നത് പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ വേണോ അതോ ഉദ്യോഗസ്ഥതല സമിതി വേണോ എന്നീ കാര്യങ്ങൾ ധനവകുപ്പ് 2 നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അങ്ങനെ പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം വേണം. അത് CPIM-ലും LDFിലും ചർച്ചയ്ക്ക് ശേഷമായിരിക്കും തീരുമാനം. മറ്റൊന്ന്, പങ്കാളിത്ത പെൻഷന് പകരം ന്യൂ പെൻഷൻ സ്കീം, അതായത് അക്ഷേർഡ് പെൻഷൻ എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ച അക്ഷേർഡ് പെൻഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു. അതും നയപരമായ തീരുമാനം കാത്തുകിടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.